വെള്ളരിക്ക പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ വെള്ളരിക്ക പരിപ്പ് കറിയാണ് വയ്ക്കാൻ പോകുന്നത്. ഇപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ഇപ്പോൾ വെള്ളരിക്ക ഇവിടെ തൊലി കളഞ്ഞ് കഷ്ണമാക്കി കഴുകി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറുപയർ പരിപ്പ് കുറച്ചെടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു 3 പച്ചമുളക്, കറിവേപ്പില, അതുപോലെ തന്നെ ഇവിടെ തേങ്ങ, ജീരകം, മഞ്ഞൾപ്പൊടി, അപ്പോൾ ഇത്രയും എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെള്ളരിക്കയും പരിപ്പും ഇട്ട് കൊടുക്കാം. കുക്കറിലേക്ക് വെള്ളരിക്കയും പരിപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. വെച്ചിരുന്ന തേങ്ങ, ജീരകം, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, പച്ചമുളക്, വെളുത്തുള്ളി, അപ്പോൾ ഇത്രയും നന്നായി ചതച്ച് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് അരപ്പ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മൾ ഒരു 2 വിസിൽ വരുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് 2 വിസിൽ വരെ വേകുന്നിടം വരെ വേവിക്കാം. 2 വിസിൽ കഴിഞ്ഞിട്ടുണ്ട്. നോക്കിക്കേ, നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നന്നായി വെള്ളം പറ്റി നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട്. പരിപ്പും വെള്ളരിക്കയും നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കടുക് പൊട്ടിച്ച് ഒഴിക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ ചുമന്ന മുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെള്ളരിക്ക പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കൂട്ടുകറി എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ വെള്ളരിക്ക പരിപ്പ് കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെള്ളരിക്ക പരിപ്പ് കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ഹെൽത്തിയുമാണ്. ഇനി നമുക്കിത് തീയൽ, അതുപോലെ തന്നെ രസം, ഇതിൻ്റെ കൂടെയൊക്കെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ വെച്ച് നോക്കുക.